ഈ കുറവുകളാണ് ഞങ്ങളുടെ സൗന്ദര്യം. അത് കൊള്ളാം. അതിലും നമ്മൾ സൗന്ദര്യം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതെ, സൗന്ദര്യം ഒരു കാഴ്ചപ്പാടല്ല. അതെ, ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഇപ്പൊ ആഫ്രിക്കക്കാരൻ അമേരിക്കക്കാരനെ കാണാൻ വിചാരിക്കും വെളുത്തിരിക്കുക, അതെ, അമേരിക്കക്കാരൻ ആഫ്രിക്കക്കാരനെ സൗന്ദര്യം ഒരു കാഴ്ചപ്പാടാണ്. അത് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള. കറക്റ്റ്. എനിക്കിതാണ് സൗന്ദര്യം. കൊള്ളാം. ഇവിടെയും ഉണ്ടല്ലോ നമ്മുടെ ഡൈൻ ലൈക്ക് എ കിങ് എന്ന് പറയുന്ന ഒരു, അല്ലേ? പുറത്ത് നിങ്ങൾ കണ്ടായിരുന്നു ഒരു പ്രത്യേകതരം രൂപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഒന്നെന്ന് പറഞ്ഞാൽ പരശ്ശിക്കടവ് മുത്തപ്പനാണ് ഈ പ്രോപ്പർട്ടി പൂജ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചത്. മുത്തപ്പൻ അവിടുന്ന് വന്നു, കംപ്ലീറ്റ് ആയിട്ട് വന്നു. കള്ളും മീനുമാണ് മുത്തപ്പന്റെ നിവേദ്യം. മുത്തപ്പൻ അനുഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു പ്രത്യേകതരം ആർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ബേസിക്കലി നമ്മൾ തന്നെ ഒരു ഡിഫറെന്റ് ഫേസ് വാല്യൂ കൊടുത്തത്. ഇപ്പൊ എൻ്റെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്നത് സൂര്യ എന്ന് പറയുന്ന എൻ്റെ ഒരു അനിയൻ പയ്യനാണ്. സൂര്യ അവനാണ് എൻ്റെ ഇന്റീരിയേഴ്സ് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താന്ന് പറയാ, ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ക്ലേ ആണ്, അല്ല തെർമോക്കോളാണ്. തെർമോക്കോൾ കലാകാരൻ കലാപരമായി അത് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല. കൃത്യമായിട്ടുള്ള കളർ പാലറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലേ പോലെ. സൂര്യയുടെ ഐഡിയ ആണ്. നമ്മൾ കോൺസെപ്റ്റ് പറയാം, എനിക്ക് ഒരു ദൈവികത ഉണ്ടാവണം, പിന്നെ അതിനകത്ത് ഒരു ചൈതന്യമായ ഒരു ഫേസ് ആയിരിക്കണം, എങ്കിലും ഒരു ഏലിയൻ ടച്ച് ഉണ്ടാവണം ആ മുഖത്തിന്. ഒരു ദൈവങ്ങളെയും കണക്ട് ചെയ്യാതെ ഏലിയൻ ടച്ച് ഉണ്ടാവണം. എന്നാ എന്റെ സംസ്കാരം അതിലൂടെ സംസാരിക്കണം. അപ്പൊ എല്ലായിടത്തും ജനറലി ചെയ്തു വെക്കുന്നത് കഥകളിയാണ്. അപ്പൊ എനിക്ക് കഥകളി വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരേ ഒരു ആ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു സൂര്യ. ഒരു ഹൈക്കോടതി ലോയർ ആണ്, ഇന്നിവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു റിസോർട്ട്, അല്ലെങ്കിൽ സോറി, ഈ ഒരു റിസോർട്ട് എന്നാ വന്ന കറക്റ്റ്. കാര്യം നമുക്ക് ആ ഒരു ഫീലും ആംബിയൻസും ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ശരിക്കും ഒരു ഷാപ്പെന്നോ അങ്ങനെയുള്ള ഒരു ലെവലിലേ അല്ല നമുക്കിത് തോന്നുന്നത്. ഒരു റിസോർട്ട് ആംബിയൻസ് തന്നെയാണ്. പണ്ട് പാടത്ത് വെള്ളം ചവിട്ടിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഈ ആലപ്പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണോ? അതെ, അല്ല, ഇവിടെ ആക്ച്വലി നമുക്ക് അതിനുള്ള സെറ്റപ്പ് അപ്പുറത്ത് ഉണ്ടായിരുന്നു. ആ വെള്ളം ഡ്രൈ ആയി പോയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കയറ്റിയതാണ്. ഇതാണല്ലേ നമ്മൾ പറഞ്ഞ ആ രൂപം? അതെ. ഇത് ശരിക്കും ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് തെർമോക്കോളാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല കേട്ടോ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു കണ്ടോ, ഈ ഒരു ഇതിന്റെയൊക്കെ ഒരു പെർഫെക്ഷൻ കറക്റ്റ് നമ്മൾ ആ മണ്ണിൽ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്തൊരു ഏലിയൻ ഫീൽ ഉണ്ട്, ഒരു അന്യദേശ ജീവിയുടെ ഫീൽ ഉണ്ട് തെർമോക്കോളിലായിരിക്കും. പിന്നെ കേരളീയൻ ടച്ച് ഉണ്ട്. ഒരു ആനയുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ കാണുന്ന പോലെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് അവിടെ ആ ഒരു ബ്രാൻഡിങ് ലൈറ്റ് അപ്പ് ചെയ്യും നമ്മൾ. അത് ശരി, എല്ലാം ചെയ്തു വെച്ചിരിക്കുക. അത് പതുക്കെ കാരണം പലരും റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 1 കോടി രൂപ 2 കോടി, നമ്മൾ അങ്ങനൊന്നും അല്ല. നമ്മളൊരു 10-15 ലക്ഷം രൂപ മുടക്കി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ ബിൽഡ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ ഹട്ടുകൾ വരുന്നുണ്ട്. അത് ശരി, ഫാമിലിക്ക് ഇത് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്താ പോകുന്നത്. അപ്പൊ നമ്മള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ശരി, കയ്യിലുള്ള കാശ് വെച്ച് ചെയ്താൽ മതി. അതെ. അപ്പൊ ഇവിടെ ശരിക്കും ഫാമിലീസ് ഒക്കെ വരുന്നത് കൂടുതലും ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ, അതിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കുന്നത് വെച്ചപ്പോൾ നമുക്ക് അവിടെ കണ്ട നമ്മുടെ റെസ്റ്റോറൻറ്റില്ലേ, ഷെഫ് നളൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിൽ നിന്നും എന്ത് ഡിഫറെന്റ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്? അവിടെ നമുക്ക് കുറച്ചും കൂടെ സ്പൈസി അല്ല ഒന്നത്. രണ്ടാമത്തത് അവിടുത്തെ ഡിഷസ് എന്ന് പറഞ്ഞപ്പോൾ വാഴപ്പൂ ഫിഷ് ബിരിയാണി, കരിക്കൻ ബിരിയാണി കുറച്ചും കൂടെ നളൻ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന, അത് വേറെ എങ്ങും കിട്ടത്തില്ല. സിഗ്നേച്ചർ സ്റ്റാൻഡേർഡാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയൻ ഡിഷസ് ആണ്. ഇപ്പം പോർക്ക് സഹിതമുണ്ട്, പോർക്ക് ഫ്രൈ, ബീഫ്, നാടൻ നല്ല പോത്തിറച്ചി, പിന്നെ മീൻ മുളകിട്ടത്. ഇതെല്ലാം കുറച്ചും കൂടെ വിപുലമായ, കാരണം അവിടത്തെക്കാട്ടിയും ഒരു 10 മടങ്ങ് ഗസ്റ്റ് ലൈനാണ് ഇവിടെ വരുന്നത്. കാരണം ആൾക്കാർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളീയൻ വിഭവങ്ങളോടാണ് താല്പര്യം. ജനറൽ ഓഡിയൻസ് കൂടുതലാണ്. ജനറൽ ഓഡിയൻസ് മാത്രമല്ല, ഈ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പം അച്ഛൻ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അമ്മ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പഴയ 40 വയസ്സ് 35-40 വയസ്സുള്ള ആൾക്കാർക്ക് വിദേശത്തെല്ലാം കിട്ടും. പക്ഷെ ഈ ഒരു ചോറും ചമ്മന്തിയും കിട്ടത്തില്ല. അപ്പൊ അവിടെ വിഷയം കുറച്ചും കൂടെ സൊഫസ്റ്റിക്കേറ്റഡ്. ഇതാകുമ്പോൾ ഒരു നാടൻ ഫീലും പിന്നെ ഉറപ്പായിട്ടും. എന്നാൽ വേറൊരു ഭയങ്കര ഒരു മൈൻഡിനെ റിഫ്രഷ് ചെയ്യുന്ന, റെജുനേറ്റ് ചെയ്യുന്ന ഒരു ഫീലും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവർക്ക് ഇതിനോടാ താല്പര്യം, പ്രകൃതിയായിട്ട് ഇരിക്കുക. അതെ. മറ്റേത് കുറച്ചുകൂടെ സൊഫസ്റ്റിക്കേറ്റഡ്, കുറച്ചുകൂടെ പ്രീമിയം കസ്റ്റമേഴ്സ് ഓറിയന്റഡ് ആയിട്ട്. ഇതും പ്രീമിയമാ.
പക്ഷെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് AC വേണം. ആ ശരിയാ. അപ്പൊ അങ്ങനെ അവർ കുറച്ച് നോംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് ടൂറിസ്റ്റുകളാണ് നമ്മളുടെ തന്നെ. ചില ആൾക്കാർ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് കാശ്മീരിൽ പോയി താജിൽ റൂം എടുത്ത് കിടക്കും. ചില ആൾക്കാർ അവിടുത്തെ മലയുടെ സൈഡിൽ ടെന്റ് അടിച്ച് കിടക്കും. മനസ്സിലായില്ല? രണ്ട് തോട്ട് പ്രോസസ്. ഇവർക്ക് കുറച്ചുകൂടെ നാച്ചുറലി ഇരുന്ന് കഴിച്ച് നാച്ചുറലി ഫീൽ ചെയ്ത് നാച്ചുറലി ഒരു ചെറിയ ഗ്ലാസ് മധുരമൊക്കെ കഴിച്ച് പോകണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. കലർപ്പില്ലാത്ത കലക്കില്ലാത്ത മധുരം, അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. ഫൈൻ ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് എത്രത്തോളം സ്റ്റാഫുകളാണുള്ളത്? ഇവിടെ ഓൾമോസ്റ്റ് 18 പേരുണ്ട്. 18 പേര്. അപ്പൊ ഇവരെല്ലാരും നമ്മുടെ അക്കാഡമിയിൽ തന്നെ ട്രെയിൻ ചെയ്യിച്ചെടുത്താണോ? അതല്ല, നമ്മള് ബേസിക്കലി ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഷെഫുമാരെ എടുത്തിട്ട് നമ്മൾ ഗ്രൂം ചെയ്യുക ചെയ്യും. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നമ്മളെ അക്കാഡമിയിൽ നിന്ന് ഷെഫ് ദീപക് മാത്രമേ ഉള്ളൂ. അത് ശരി. ഷെഫ് നളൻ ദീപക്. അതെല്ലാം ഹാൻഡിൽ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ഷെഫ് അഞ്ജിത തന്നെ, കേരളീയൻ കളിനറിയുടെ. ഷീ ഈസ് ഓൺലി സ്പെഷ്യലൈസ്ഡ് വിത്ത് നളൻസ് റെസിപ്പീസ്. അപ്പം ഷീ ഡസ് ദി അതർ ജോബ്. പുള്ളിക്കാരി അതിന്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അതേപോലെ ഇതിന്റെ പിന്നിൽ ഒരു സ്ത്രീ സാന്നിധ്യം കൂടെ കൃത്യമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഷെഫ് നളൻ ദീപക് എന്ന് പറയുന്നത് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നളപാചകത്തിന്റെ അടുത്ത ഒരു ഫേസ് ആണ്. ഈസ് ഓൾസോ ഡൂയിങ് ഗുഡ്. പഠിപ്പിച്ചെടുക്കണം. ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. കാരണം എല്ലാവർക്കും ഈ വിഷയം എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് ലണ്ടൻ ബ്രിഡ്ജ് കെട്ടണം. ഇറ്റ് ഈസ് ക്ലോസ് ടു നോട്ട് പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഠിച്ച് ഓരോ കാര്യങ്ങളിലും എന്തുമാത്രം ഇംപ്രവൈസ് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം മുഴുവൻ ഷെഫ് നളൻ്റെ ലൈഫും ആ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുടെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. ഈ കാണുന്ന എന്താ പറയുക വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ് താങ്കൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇൻസ്പിറേഷണലിനേക്കാൾ കൂടുതൽ ശ്രീജിത്ത് ഇതൊരു ഇൻഫ്ലുവൻസ് ആണ്. ഒബ്വിയസ്ലി. കാരണം ഇൻസ്പിറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നാളെ രാവിലെ എണീക്കുമ്പോൾ പോകും അഡ്രിനാലിൻ റഷിലാണ്. നമ്മളൊരാൾക്കൊരു റെഫറൻസ് ആയാൽ, നമ്മൾ ഒരാൾക്കൊരു റെഫറൻസ് ആയാൽ അയാൾ ഒരു പക്ഷേ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്ത് വർക്ക് ചെയ്താൽ ഹെൽപ്പ് ചെയ്യട്ടെ. കാരണം ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, ഒരു 100 കാര്യങ്ങൾ ഒരാളുടെ ലൈഫിലൂടെ ഒരു ദിവസം കേരളത്തിൽ മാത്രം ആത്മഹത്യാ പ്രവണത കൂടുതലുമാണ്. പരാജയങ്ങൾ ഫേസ് ചെയ്യാനാണ് ആൾക്കാർക്ക് പേടി അല്ലേ? പരാജയങ്ങൾ ഫേസ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ഒന്നും ഇല്ലായ്മയിൽ നിന്നും കെട്ടിപ്പടുത്തിയാൽ പോലും വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഭയക്കുകയാണ്. എന്തിനാ ഭയക്കുന്നത്? വീണ്ടും താഴോട്ട് പോയാൽ വീണ്ടും എന്താ ചെയ്ത് കെട്ടിപ്പടുത്താൻ പറ്റുക? അതിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ പഠിക്കും. നല്ല സുഹൃത്തുക്കളെ പഠിക്കും, നല്ല ബന്ധുക്കളെ പഠിക്കും, ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പം നമ്മൾ താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ? നമ്മൾ എത്രത്തോളം ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ താഴെ പോയാലേ പറ്റൂ. അതല്ലാത്ത പക്ഷം നമ്മൾ നിൽക്കുന്ന എല്ലാം ഒരു പുറംമോടിയിലുള്ള ബന്ധങ്ങളാണ്. നമ്മൾ താഴെ പോകുമ്പോഴാണ് ആൾക്കാർ ഇവനെ പിടിച്ച് കയറ്റണം. ഇപ്പം നമ്മൾ താഴെ പോകുമ്പോൾ നമ്മൾ കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം അപരാധിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബിസിനസ്സിനകത്ത് ചില സമയത്ത് ചില ഫോർമുല വർക്ക് ചെയ്യത്തില്ല. ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് വീണം. ഇപ്പം കൊറോണ വന്നു, ആരെങ്കിലും പ്രഡിക്റ്റ് ചെയ്തിട്ടാണോ? ആ സമയത്ത് ഒന്ന് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. റീബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ മുറുക്കി പിടിക്കുക. ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നോളും, സംഭവിക്കും. അത്രേ ഉള്ളൂ. എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വി ആർ നോട്ട് എലോൺ. നമുക്ക് ചുറ്റിനും അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. അത് ദൈവമാവാം, ഏലിയൻ ആവാം, എന്തും ആവാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും.